കഞ്ചാവിനടിമയായ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ച് മാതാപിതാക്കൾ. പഠനത്തിൽ മിടുക്കനായിരുന്ന ഈ കൗമാരക്കാരൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത് പതിവാണെന്ന് തിരുവനന്തപുരം സ്വദേശികളായ മാതാപിതാക്കൾ കണ്ണീരോടെ പറയുകയാണ്. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയിലായിരുന്നു ദയനീയാവസ്ഥ മാതാപിതാക്കൾ തുറന്നു പറഞ്ഞത്. 18-കാരനെ ലഹരി വിമുക്ത കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകാൻ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ സഹായം ഉറപ്പു നൽകി. എങ്ങനെയെങ്കിലും മോനെ അഡ്മിറ്റാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ഇത്രയും കൗൺസിലിംഗ് കൊടുക്കുക. അച്ഛനും അമ്മയും തിരിച്ചറിവുള്ളൊരു ബോധം അവന് വരണം. ഇപ്പോൾ ആ ഒരു ബോധം ആ ഒരു ചിന്ത അവനില്ല. അച്ഛനാണ് അമ്മയാണെന്നുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഇപ്പോഴും അവനില്ല. ലഹരിക്കടിമയായ 18-കാരനായ മകനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കണമെന്ന തിരുവനന്തപുരം സ്വദേശികളായ മാതാപിതാക്കളുടെ വിലാപമാണിത്. കഴിഞ്ഞ 1.5 വർഷമായി മകൻ കഞ്ചാവിനടിമ. +1 പഠിക്കുമ്പോഴാണ് മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ല. പണത്തിനുവേണ്ടി വീട്ടിൽ ബഹളം വയ്ക്കും. കഞ്ചാവിനു പുറമെ ഗുളികയും ആവശ്യപ്പെടാറുണ്ട്. മാതാവിനെ ഭീഷണിപ്പെടുത്തുന്നതും പതിവ്. ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് ചോദിക്കാറുണ്ട്. ഇപ്പം ഭയങ്കര ക്യാഷ് കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിയിലോട്ടായി. അവന് പാനിക്കാക്കും നമ്മളെ. ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പഠിക്കുന്നില്ല. നന്നായി പഠിക്കുമായിരുന്നു. അവൻ്റെ വിദ്യാഭ്യാസം പോയി. സമാന പ്രായത്തിലുള്ള കൂടുതൽ കുട്ടികൾ ലഹരി വലയിൽ വീണിട്ടുണ്ട്. പഠനത്തിൽ മിടുക്കനായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് കേണപേക്ഷിക്കുന്നു മാതാപിതാക്കൾ. വിമുക്തിയിലൂടെ കാര്യക്ഷമമായ ഇടപെടൽ ഉറപ്പു നൽകി തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PL ഷിബു. അദ്ദേഹത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം. ലഹരിക്ക് അടിമയായ ഒരു കുട്ടിയെ നമുക്ക് രോഗിയായി കണ്ട് അയാൾക്ക് ചികിത്സ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് നേരായ പാതയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ നൽകാൻ എല്ലാ സഹായവും നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ. വിമുക്തി കേന്ദ്രത്തിലേക്ക് മകനെ കൊണ്ടുപോകാനേ അത്ര കൂടുതൽ പണച്ചെലവുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഡി അഡിക്ഷൻ സെൻ്ററുകളാണെങ്കിൽ അത്ര വലിയ ചിലവ് വരില്ല. മാത്രമല്ല നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. നമുക്കങ്ങനെ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ 24 കണക്ട് വഴി നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. എക്സൈസിൻ്റെ അടിയന്തരമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ഈ കുട്ടിയെ അവരുടെ വിമുക്തി കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് അവന് ആവശ്യമായ കൗൺസിലിംഗ് നൽകി അവന് പാർപ്പിച്ച് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം അവനെ ഒരു നല്ല പൗരനായി പുറത്തിറക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി എക്സൈസ് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.